പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ ഈ പറയുന്ന വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. വന്യമൃഗശല്യം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാവാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ഈ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലുള്ള അവിടെ കഴിയുന്ന ആളുകളുടെ അവസ്ഥ. ഓരോ ദിവസവും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിലേറ്റവും അധികം ഇറങ്ങുന്നത് കാട്ടാനയാണ്. നേരത്തെ ഈ പറയുന്ന പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് പോയ ഒരു KSRTC ബസ്സിന് മുമ്പിൽ മൂഴിയാർ ഭാഗത്ത് വെച്ച് ഒരു കാട്ടാന, ഒരു വലിയ കാട്ടാനയും ഒരു കുഞ്ഞു കുട്ടി കാട്ടാനയും കൂടെ ബസ്സിന്റെ മുമ്പിലേക്ക് വന്നു. ഇത് കാണുമ്പോൾ കൗതുകമുള്ള കാഴ്ചയാണ്. പക്ഷേ ആ ബസ്സിലുള്ള ജീവനക്കാരും എല്ലാം ഭീതിയോടുകൂടിയാണ് അതുവഴി കടന്നു പോകുന്നത്. ഏത് സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നതെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ നിരന്തരം ഇത് ഈ പറയുന്ന റോഡിലേക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ ഒരു കുഞ്ഞ കുട്ടിയാന, അതിനൊപ്പം തന്നെ അതിൻ്റെ തള്ളയാന വരുന്നു, ചെവിയൊക്കെ ആയിട്ട് വരുന്നു. നല്ല കൗതുകമുള്ള കാഴ്ചയാണ്. പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ, അവിടെ ജീവിക്കുന്ന ആളുകൾ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് പോയ KSRTC ബസ്സിന് മുമ്പിൽ ഒരു കുഞ്ഞ കുട്ടി കാട്ടാനയും വലിയ കാട്ടാനയും വന്ന് മുമ്പിൽപ്പെട്ടത്. പിന്നീട് അത് അവിടുന്ന് പോവുകയൊക്കെ ചെയ്തു. വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അത് ഇറങ്ങുന്നത് വലിയ ഭീതിയാണ്. അതിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത് മണിയാർ ഭാഗത്ത് രാവിലെ ടാപ്പിങ്ങിന് പോയ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാന ഓടിച്ചു. ഇപ്പോൾ രാവിലെ 8 മണിയോടുകൂടി ടാപ്പിങ്ങിന് പോകുന്നു, പുലർച്ചയോടുകൂടി ടാപ്പിങ്ങിന് പോകുന്നു. ടാപ്പിംഗ് കഴിഞ്ഞ് തിരികെ മടങ്ങി വരുമ്പോഴാണ് കട്ടച്ചിറ സ്വദേശി കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടത്. ഈ കാട്ടാനയെ കണ്ട ഉടൻ തന്നെ അദ്ദേഹം അവിടുന്ന് ഓടി മാറുകയാണ്. കാട്ടാനയും തൊട്ട് പുറകെ വരുന്നുണ്ട്. സാധാരണ നിലയിൽ കാട്ടാന പുറകെ വന്നു കഴിഞ്ഞാൽ ഇറക്കത്തിൽ ഓടിയാൽ മാത്രമേ കാട്ടാന ഭാഗത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. സ്ട്രെയിറ്റ് നേരെയാണ് പോകുന്നതെങ്കിൽ കാട്ടാന നമ്മളെക്കാളും വേഗം ആന നമ്മുടെ മുമ്പിലെത്തും. എന്തായാലും ഈ കട്ടച്ചിറ സ്വദേശി അത്ഭുതകരമായിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിന്നക്കനാലിൽ ഉണ്ടായ പോലുള്ള സംഭവം ഒരുപക്ഷെ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലും ഉണ്ടായേനെ. അതിന് സമാനമായ മറ്റൊരു സംഭവം മലയാലപ്പുഴയിലാണ്. മലയാലപ്പുഴയിൽ ഇന്നലെ രാത്രിയോടുകൂടി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പല സ്ഥലത്തായിട്ട് കാട്ടാന വന്നിരുന്നു. വ്യാപകമായിട്ട് കൃഷിയും നശിപ്പിച്ചു. നാട്ടുകാരൊക്കെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയാണ് ഈ കാട്ടാനയെ ഓടിക്കുന്നത്. പക്ഷേ അങ്ങനെ നാട്ടുകാർ കാട്ടാനയെ ഓടിച്ചാലും അധികം ദൂരത്തേക്കൊന്നും ഇത് പോവില്ല. പിന്നീട് വീണ്ടും രാത്രിയാകുമ്പോൾ ഭക്ഷണം തേടി ജനവാസ മേഖലയിലേക്ക് നിരന്തരം കാട്ടാന ഇറങ്ങും. വനംവകുപ്പൊക്കെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ വനംവകുപ്പിന് കഴിയാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കോന്നിയിലേക്ക് CPIM-ന്റെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. വന്യജീവി സംഘർഷത്തിനെതിരെ വനംവകുപ്പ് കാര്യക്ഷമമായിട്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM ഒരു പ്രതിഷേധം കൂടി ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്.